ഹായ്. നമുക്കേ ചെറിയൊരു വർക്ക് കഴിഞ്ഞിട്ട് ഷീറ്റ് ബാക്കിണ്ട്. ഇതുകൊണ്ട് ചെറിയൊരു പരിപാടി ചെയ്യാൻ പോവാട്ടാ. നമുക്ക് എഡ്ജ് കിട്ടുന്ന രീതിയിൽ കട്ട് തീർക്കാട്ടോ. അപ്പൊ നമ്മുടെ ഏകദേശം റൗണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെക്ക് വേറെ ഒരു ടൂൾസ് ഇല്ലാത്തോണ്ടാട്ടാ നമ്മുടെ ചെറിയ ബുദ്ധിയിൽ തുടങ്ങിയ സാധനം ചെയ്തു തുടങ്ങി. കറക്റ്റ് സാധനം കിട്ടി. നമുക്കൊന്ന് ഒരപ്പാപ്പിട്ടെ ചെറുതായിട്ടൊന്ന് രാവിലെടുക്കാം. നമുക്കേ ഇതിന്റെ പുറത്തൊരു റൗണ്ട് അടിക്കണേ. അപ്പൊ അതിന് നമ്മളൊരു വേസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത പീസ് നമ്മൾ ഇതിൻ്റെ കൂടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം പശക്കിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. ഒരു വുഡിന്റെ ഡിസൈനുള്ള ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളൊരു ചെറിയ ഡിസൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനായിട്ടാ. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഈ ഡിസൈൻ തന്നെ ഒരു ചെറിയ തട്ടും കൂടി നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ സെറ്റ് ചെയ്ത് വരാം. അതുപോലെ നമ്മളൊരു സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ലൈറ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടി കൂടി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. നമുക്ക് സ്ട്രിപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് കട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഏകദേശം കറക്റ്റ് സ്ട്രിപ്പിൻ്റെ അളവ് തന്നെയാണ്. ഇതാണ്ട ചെറിയൊരു ഷീറ്റാ. പ്ലേറ്റ് വയ്ക്കാൻ വേണ്ടി നമ്മൾ ഗമ്മ് വെച്ച് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മൾ വരച്ച ഡിസൈൻ ഉണ്ടല്ലോ അതിൻ്റെ കുറച്ച് ഉള്ളിലേക്ക് ആയിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. ലൈറ്റ് മാത്രം നമുക്ക് കിട്ടിയാൽ മതി പുറത്തേക്ക്. ഇത് നമ്മുടെ സ്ട്രിപ്പ് ലൈറ്റ്. ഇനിയിപ്പോൾ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ സ്ട്രിപ്പ് ലൈറ്റ് നമ്മളേ വയറിട്ടുണ്ട്. അപ്പോൾ പയ്യെ നമുക്കിത് ഒട്ടിച്ച് കൊടുക്കാം. നമ്മളേ ക്ലോക്ക് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ഷീറ്റിൻ്റെ ഇടയിൽ ഒന്ന് സെറ്റ് ചെയ്യണം. ഇതിക്ക് ടൈറ്റ് ചെയ്ത് കയറ്റിടാം. അതങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോഴേ നമ്മുടെ സ്ക്രൂ കയറുന്ന പോലെ തന്നെ കയറി പൊക്കോളും. സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്ലോക്ക് നമ്മൾ ഇതിൽ സ്ട്രിപ്പ് പൊട്ടിക്കാൻ പറ്റില്ല ഡയറക്റ്റ്. അപ്പോൾ നമ്മൾ ഒരു ഹാങ്ങിങ് പോലെ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സീച്ചാൽ എടുത്തിട്ടുണ്ട്. ആ സീച്ചാൽ നമ്മൾ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ കണ്ട വേറൊരു നമ്മുടെ ഒരു ചാനൽ എടുത്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ ഹാങ് ചെയ്ത് വെക്കാം. കണ്ട ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ട അപ്പോൾ നമ്മൾ ഗമ്മിട്ടിട്ട് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഇപ്പം ഏകദേശം ഈ ഒരു അളവിൽ വയ്ക്കാൻ പോകണം. ഓക്കെ. അപ്പോൾ നമ്മുടെ അതിൻ്റെ സ്റ്റാൻഡും റെഡി ആയിട്ട് കേട്ടോ. നമ്മുടെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫിനിഷിങ് വർക്കായിട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ഏകദേശം ഒരു രൂപരേഖ കണ്ടോ. അപ്പോൾ ആ ലൈറ്റിൻ്റെ പരിപാടിയൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സമയമുള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ സ്വിച്ച് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ നമുക്കിത് ഹോൾഡിംഗ് ഇല്ലേ നമുക്ക് മാറ്റി വയ്ക്കാം. കണ്ടോ. അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റണമെങ്കിൽ ക്ലോക്കിൻ്റെ നമുക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് അതല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുകയും ചെയ്യാം. കണ്ടോ. ഇത് അഡ്ജസ്റ്റബിളാണ്. അപ്പം നമുക്കിവിടെ ഭംഗിക്ക് വേണമെങ്കിൽ ചെറിയ കാറൊക്കെ ഉണ്ടല്ലേ പിള്ളേരുടെ,
അത് വെക്കാം, ഫ്ലവർ വൈസ് വെക്കാം. അപ്പൊ നമുക്കിനി വൈകിട്ട് ഒന്നും കൂടി നമ്മൾ ഇരുട്ടായിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനലിൽ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞോളൂ, കൂടെ തന്നെ ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ.